ഇന്ന് രാവിലെയാണ് ന്യൂസ് കണ്ടത്, കുടിശ്ശിക നൽകാൻ പണമില്ല. അപ്പോൾ LSSനും USSനും വിട്ട്. അപ്പോൾ മുൻപ് USS പരീക്ഷയ്ക്ക് 63 മാർക്കായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ കട്ട് ഓഫ് വേരി ചെയ്യും. ഒരു നിശ്ചിത ആളുകൾക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുക. അത് എങ്ങനെയോ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരു കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കാം. പക്ഷേ കുടിശ്ശിക നൽകാതിരിക്കരുത്. ഞാൻ 2004 USS കിട്ടിയ ആളാണ്. എനിക്കിതുവരെ കാശ് കിട്ടിയില്ല. നിങ്ങൾക്ക് കാശ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കിട്ടിയ ആളുകൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് നേടുന്നൊരു സംഭവമല്ലേ. നമ്മൾ എന്തിനൊക്കെയോ ഒരു സ്റ്റേറ്റ് എന്നുള്ള എനിക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെൻഡ് നമ്മൾ പ്രയോറിറ്റിയായി നിശ്ചയിക്കേണ്ടതാണ്. അതോടൊപ്പം എനിക്ക് ഗവൺമെൻറ്റിനോടുള്ള റിക്വസ്റ്റ് ഉള്ളത്, 7ാം ക്ലാസ്സിൽ നമ്മൾ ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്താൻ USS എക്സാം നടത്തുന്നു. പക്ഷേ ഈ ടാലൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു സിസ്റ്റം നമുക്കുണ്ടോ എന്നുള്ളതാണ്. മറ്റ് മത്സര പരീക്ഷകൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്നുണ്ടോ? 8ാം ക്ലാസ്സിൽ NMMS ഉണ്ട്. പക്ഷേ അത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും എഴുതാവുന്ന, അതിൽ മിടുക്കരെ ചൂസ് ചെയ്യുന്ന എന്താണ് നമുക്കുള്ളത്? മുമ്പ് NTSC, KVPO എക്സാം ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് നിർത്തലാക്കി. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കേരള ആസ് സച്ച് ഒരു നോളജ് എക്കോണമി ആയിട്ട് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് ടാലൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളതും ആ ടാലൻറ്റിനെ നേർച്ചർ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? അതിനുവേണ്ടി നമ്മൾ ചില പദ്ധതികളെല്ലാം ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കുടിശ്ശിക കട്ട് ചെയ്യരുത് എന്നുള്ളതിനോടൊപ്പം അടുത്തൊരു ടാലൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. നിങ്ങൾ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ തോട്ട്സ്?